വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ രോഹിത് വിളിച്ചിട്ട് ശാലിനിയാണെങ്കിൽ അവിടെ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം വീണ്ടും ശ്യാമയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് രാഘവനാരെ കളിയാക്കുകയാണ്. അന്നേരം അച്ഛനോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, സുഖമില്ലാത്ത ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവനെ കാണുമ്പോൾ വിഷ്ണു ആണെന്ന് പറയുന്നവരോട് പിന്നെ എന്താ പറയുക, ഇത് വട്ടാണ്, മുഴുത്ത വട്ട് എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമ പറയുമ്പോൾ രോഹിത് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ശാലിനിക്ക് ആപ്പാടെ ദേഷ്യം വന്ന് ശ്യാമയുടെ കർണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. പക്ഷേ ശ്യാമയാണെങ്കിൽ അടങ്ങുന്നില്ല. രാഘവനാർ ഇത് കണ്ട് മോളെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വിഷ്ണു മരിച്ചു എന്നിങ്ങനെ അവസാനം ശ്യാമ പറയുകയാണ്. പക്ഷേ രാഘവനാർ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമാക്കുന്നില്ല. പിന്നെ കൂടെ ശിവനെ വിഷ്ണുവായിട്ട് കരുതി വെച്ചിരിക്കുകയല്ലേ. പക്ഷേ ശാലിനിയുടെ കൂടെ അന്നേരം ശിവനില്ല. തുടർന്നാണെങ്കിൽ ശ്യാമ അങ്ങത്തേക്ക് കയറി പോകുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ ആകെ കരഞ്ഞ് വിഷമിച്ച് രാഘവനാരുടെ കസേരയിൽ ഇരിക്കുകയാണ്. രാഘവനാരുടെ അടുത്തേക്ക് ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുകയാണ്. അന്നേരം ശാലിനിയെ പിന്നെ രാഘവനാർ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പോട്ട് സുഖമില്ല, അവളുടെ ദേഷ്യം കൊണ്ട് പറയുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് രാഘവനാരെയും കൂട്ടിക്കൊണ്ട് ശാലിനിയാണെങ്കിൽ അവിടെ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത്. അന്നേരം രാഘവനാർ കയറാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാലിനി കയറുന്നില്ല എന്ന് തോന്നുന്നു. അതിന് ഭാമ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയല്ലേ. അതിനുശേഷം ശിവനാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ശാലിനിയോട് എന്തോ സംസാരിക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ആകെ ഒരു വിഷമിച്ച് നിൽക്കുന്ന സീൻ കാണിക്കുകയാണ്. അതേസമയം അവിടെ ഗോപാലകൃഷ്ണനാണെങ്കിൽ കമലിനോട് പറഞ്ഞ് നേരത്തെ ഒരു കുഞ്ഞിനെ ശാരിയെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ, അതേപോലെ കാണിക്കാമെന്നാണ് ഗോപാലകൃഷ്ണൻ വിചാരിച്ചത്. പക്ഷേ അന്നൊരിക്കൽ ശാരികയാണെങ്കിൽ ബോധമില്ലാതെ ഒരു പാതി മയക്കത്തിലുള്ളപ്പോഴാണ് ശാലിനിയാണെങ്കിൽ കുഞ്ഞിനെ കാണിച്ചത്. അതുകൊണ്ട് നേരെ ശാരിക കണ്ടില്ലല്ലോ, അതുകൊണ്ട് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ കമലിനാണെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട്. അന്നേരം ഈ സിസ്റ്ററാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. കമലിന് അന്നേരം റൂമിലുണ്ട്. പക്ഷേ ശാരികയ്ക്ക് തൻ്റെ ആ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ മനസ്സിലാവുകയാണ്. അന്നേരം ഇതേതാ കുഞ്ഞ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് എവിടെ എന്നിങ്ങനെ ചോദിച്ച് ആകപ്പാടെ ശാരിക ബഹളം ഉണ്ടാക്കുകയാണ്. ഗോപാലകൃഷ്ണൻ ഒന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു. അതോ നീ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് സത്യം അവിടെ വെളിപ്പെടുത്തുന്നൊന്നും കാണിക്കുന്നില്ല. പക്ഷേ അതിന് ശേഷമാണെങ്കിൽ ശ്യാമയാണെങ്കിൽ ശാരികയെ കാണാനായിട്ട് വരുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുഞ്ഞ് മരിച്ചോ എന്ന് വരെ ആർക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ ആകെ ഒരു ഷോക്കിൽ ശാരിക നിൽക്കുകയാണ്. പക്ഷേ അത് ചിലപ്പോൾ ശാരികയുടെ ആ ഒരു മാനസികാവസ്ഥയെ താളം തെറ്റാനായിട്ട് ചിലപ്പോൾ കാരണമാകും. സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷേ ശാരിക മനസ്സിലാക്കുകയാണ് ഇങ്ങനെ കാണാനില്ല, ആരോ കൊണ്ടുപോയതാണെന്നുള്ളത്. അപ്പോൾ രാജീവിൻ്റെ വീട്ടുകാരെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ സംശയിച്ചേനെ. പക്ഷേ ഇതിപ്പോൾ ആ ഒരു ശ്യാമ ഒറ്റ വാക്കിന് പറഞ്ഞിരിക്കുകയാണ് ശാരികയോട്, കുഞ്ഞ് ചിലപ്പോൾ മരിച്ചു കാണുമെന്നൊക്കെ ഇങ്ങ് പറയുകയാണ്. അങ്ങനെ ശാരിക ഇങ്ങനെ ആകെ വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി ഡോക്ടറെ കാണാൻ വരുന്നു എന്ന് തോന്നുന്നു. ഡോക്ടറുടെ മുന്നിൽ ശാലിനി നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം അവിടെ ശാലിനിയോട് ഡോക്ടർ പറയും. അപ്പോൾ ശാലിനിയും അവിടെ ശാരിക തെറ്റിദ്ധരിക്കുകയായിരിക്കും ചെയ്യുന്നത്, കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള കാര്യം തന്നെ ഒന്ന് മറച്ചു വെച്ചു എന്നുള്ളത്. അപ്പോൾ ഇനി ശാരികയും കൂടി ശാലിനിക്കെതിരെയാകുമോ ഇല്ല എന്താണ് എന്നുള്ളതാണ്. അതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും ശാലിനി ഭാമയുടെ വീട്ടിലേക്ക് കയറുന്നില്ല, താമസമാകുന്നില്ല. ഇനി ഇവിടെ ചന്ദ്രയും കൂടി പോയി കഴിഞ്ഞ ശേഷം ശാലിനി അവിടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനകം ഭാമ സത്യങ്ങൾ അറിയുമോ എന്നുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.